ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും പ്രിയ സഹോദരങ്ങളെ, മരിയൻ പ്രതിഷ്ഠാ ധ്യാനത്തിൻ്റെ 7-ാം ദിവസമായി ഇന്ന് പരിശുദ്ധാത്മാവ് പാപത്തെ പറ്റിയുള്ള ചില ബോധ്യങ്ങൾ നമുക്ക് തരുവാൻ ആഗ്രഹിക്കുകയാണ്. പാപത്തെ നാം ന്യായീകരിക്കുന്നത് പലപ്പോഴും നമ്മുടെ ബലഹീനതയുടെ പേരിലാണ്. നാം ബലഹീനരായതുകൊണ്ട് പാപത്തിൽ വീണു പോകുന്നതാണ് എന്ന് സ്വയം പറഞ്ഞ് നാം സമാധാനിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ പാപം അതിൽ തന്നെ എത്ര അപകടകരമാണെന്ന കാര്യം നാം മനസ്സിലാക്കുന്നില്ല. ഈ അജ്ഞതയാണ് പാപത്തോട് മൃദു സമീപനം പാലിക്കുവാൻ നമുക്കിടയാക്കുന്നത്. നാം വിചാരിക്കുന്നതിനേക്കാൾ എല്ലാം വളരെയധികം വിനാശകരമാണ് പാപം എന്നതാണ് സത്യം. വിശുദ്ധ ബൈബിൾ ഉപയോഗിക്കുന്ന 2 ഉദാഹരണങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. സർപ്പത്തോടാണ് പാപത്തെ പരിശുദ്ധാത്മാവ് ഉപമിക്കുന്നത്. പ്രഭാഷകൻ്റെ പുസ്തകം 21:2. സർപ്പത്തിൽ നിന്നെന്ന പോലെ പാപത്തിൽ നിന്ന് ഓടിയകലുവിൻ, അടുത്ത് ചെന്നാൽ അത് കടിക്കും, അതിൻ്റെ പല്ലുകൾ സിംഹത്തിൻ്റെ പല്ലുകളാണ്, അത് ജീവൻ അപഹരിക്കും. സർപ്പത്തോട് പാപത്തെ ഉപമിക്കുന്നതിലൂടെ എന്താണ് പരിശുദ്ധാത്മാവ് പറയുന്നത്? സർപ്പത്തിൻ്റെ അയൽവക്കത്തെത്താൻ പോലും നാം ആഗ്രഹിക്കുകയില്ല. കാരണം അതിൻ്റെ മുമ്പിലെത്തിയാൽ, അതിൻ്റെ അടുത്തെത്തിയാൽ അത് നമ്മെ കടിക്കും. ഇതുപോലെയാണ് പാപം. അതിൻ്റെ ഏറ്റവും ആദ്യത്തെ ഘട്ടത്തിൽ തന്നെ അത് നമ്മെ നശിപ്പിക്കും, അത് നമ്മെ അടിമയാക്കും. 2-ാമത്തെ ഉദാഹരണം സിംഹത്തിൻ്റെ ഉദാഹരണമാണ്. 27-ാം അധ്യായത്തിൽ പ്രഭാഷകൻ്റെ പുസ്തകം 10-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുകയാണ്: സിംഹം ഇരയ്ക്ക് വേണ്ടി പതിയിരിക്കുന്നു, പാപം പാപിയെ കാത്തിരിക്കുന്നു. സിംഹത്തിൻ്റെ സാന്നിധ്യം നാം ഭയപ്പെടുന്നു. അതിൻ്റെ സമീപത്തേക്ക് എത്തുന്നത് ഏറ്റവും വലിയ റിസ്ക്കാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതിൻ്റെ കണ്ണിൽ നാം പെട്ടാൽ നമ്മുടെ മരണം ഉറപ്പാണെന്ന് നമുക്ക് നിശ്ചയമുണ്ട്. ഇതുപോലെ തന്നെയാണ് പാപം. അതിൻ്റെ ഏറ്റവും ആദ്യത്തെ ഘട്ടത്തിൽ തന്നെ അത് അങ്ങേയറ്റം വിനാശകരമാണ്. നാം ബലഹീനരാണ് എന്ന വസ്തുത ശരിയാണ്. പക്ഷേ അതിൻ്റെ പേരിൽ പാപം അതിൻ്റെ അതിമാരക പ്രഹരം നമ്മെ ഏൽപ്പിക്കാതിരിക്കുകയില്ല. പാപം തുടക്കത്തിൽ പാപപ്രവൃത്തി ആകണമെന്നില്ല. പാപത്തിനുള്ളൊരാഗ്രഹം, മോഹം തീരുമാനമായിട്ടായിരിക്കാം തുടക്കം. പാപപ്രവൃത്തിയൊന്നും ഉണ്ടായില്ലല്ലോ, ആഗ്രഹം മാത്രമല്ലേ ഉണ്ടായുള്ളൂ, പാപം ഞാൻ ചെയ്തില്ലല്ലോ എന്ന് നമ്മൾ വിചാരിച്ചേക്കും. പക്ഷേ ആ പാപ ആഗ്രഹം, ആ പാപമോഹം വളരെ പെട്ടെന്ന് പാപപ്രവൃത്തിയായി പരിണമിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രലോഭനമാണ് പാപത്തിൻ്റെ തുടക്കം. പ്രലോഭനം അതിൽ തന്നെ പാപമല്ല. എന്നിരുന്നാലും പ്രലോഭന ആരംഭത്തിൽ തന്നെ ശക്തമായി നാം അതിനെ എതിർക്കാതിരുന്നാൽ അധികം താമസിയാതെ ഉള്ളിലിരിക്കുന്ന പാപം, അതായത് പാപമോഹം, ബാഹ്യമായ പാപപ്രവൃത്തിയായി തീരും. ഇതൊരു നല്ല ഉദാഹരണമാണ് ആദിമാതാവായ ഹൗവ. നന്മതിന്മകളുടെ അറിവിൻ്റെ വൃക്ഷത്തിലെ ഫലം തിന്നുന്ന ദിവസം തന്നെ മരിക്കുമെന്ന ബോധ്യത്തിലാണ് ഹൗവ ജീവിച്ചിരുന്നത്. എന്നാൽ പിശാചിൻ്റെ പ്രേരണയാൽ അത് ആസ്വാദ്യവും കണ്ണിന് കൗതുകകരവും അറിവേകാൻ കഴിയുമെന്ന് ഒരു തെറ്റായ അറിവ് പിശാച് കൊടുക്കുമ്പോൾ ഉടൻ തന്നെ അവൾ തള്ളിക്കളഞ്ഞിരുന്നെങ്കിൽ, എന്നാൽ മറിച്ചാണ് സംഭവിച്ചത്. ഉടൻ തന്നെ ആ ആശയം അവൾ തള്ളിക്കളഞ്ഞില്ല. തൽഫലമായി
അത് മരണകരമാണെന്നുള്ള ബോധ്യത്തിൽ നിന്ന് മാറി അത് അഭികാമ്യമാണെന്നുള്ള തെറ്റായ ഒരു ചിന്തയിലേക്ക് വരുന്നു. പിന്നീട് ഒട്ടും താമസം വരുന്നില്ല, ഉടൻ തന്നെ അവളത് പറിച്ചു തിന്നുകയും ചെയ്യുന്നു. നമ്മുടെ കാര്യവും ഇത് തന്നെയാണ്. ചില കാര്യങ്ങൾ ദൈവം ഖണ്ഡിതമായി വിലക്കിയിട്ടുണ്ട്. അവ പൂർണ്ണമായും തെറ്റാണെന്ന് തന്നെ നമുക്കറിയുകയും ചെയ്യാം. പക്ഷേ ആ ബോധ്യത്തിന് വിപരീതമായ ഒരു അഭിപ്രായം പുറമേ നിന്നുണ്ടാവുകയോ നമ്മുടെ തന്നെ ഉള്ളിൽ നിന്ന് വരികയോ ചെയ്യുമ്പോൾ ആ ക്ഷണം നാം അതിനെ എതിരിടുന്നില്ലെങ്കിൽ ഒട്ടും താമസിയാതെ അത് നമ്മളെ വഞ്ചിക്കും, നാം വഞ്ചിതരായിത്തീരും. ഈ പശ്ചാത്തലത്തിലാണ് പ്രലോഭനങ്ങളെപ്പറ്റി ശരിയായ ഒരു അറിവ് നമുക്ക് ആവശ്യമാണ് എന്ന് പറയുന്നത്. വിശുദ്ധരായ ആത്മീയ പിതാക്കന്മാർ പ്രലോഭനങ്ങളെപ്പറ്റി തന്നിരിക്കുന്ന പഠനം നമുക്ക് ആധാരമാക്കിക്കൊണ്ട് ഇന്നത്തെ വിചിന്തനം ആരംഭിക്കാം. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 1-ാം അധ്യായം 15-ാം വാക്യത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു: ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. പാപം പൂർണ്ണ വളർച്ച പ്രാപിക്കുമ്പോൾ മരണത്തെ ജനിപ്പിക്കുന്നു. ഏത് കാര്യത്തിൻ്റെയും തുടക്കമാണ് നിർണായകം. ഒരു പാപത്തെ അതിൻ്റെ തുടക്കത്തിൽ തന്നെ എതിർക്കാത്ത വ്യക്തി ക്രമേണ ആ പാപത്തിൻ്റെ അടിമയായി അധപ്പതിക്കും. പാപത്തിൻ്റെ തുടക്കം പ്രലോഭനമാണ്. അതിനാൽ പ്രലോഭനത്തെപ്പറ്റി ശരിയായ അറിവ് നമുക്ക് ആവശ്യമാണ്. പ്രലോഭനം പാപമായി തീരുന്ന പ്രക്രിയയെക്കുറിച്ചും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പാപം തുടക്കത്തിൽ തന്നെ ഉപേക്ഷിക്കാൻ കഴിയണമെങ്കിൽ പാപത്തിൻ്റെ കാരണമായ പ്രലോഭനങ്ങളെ ശരിയായി മനസ്സിലാക്കുകയും അവ എങ്ങനെ തരണം ചെയ്യണമെന്ന് അറിയുകയും ആവശ്യമാണ്. ഉത്ഭവപാപത്തിൻ്റെ ഫലമായി ഓരോ വ്യക്തിയുടെയും ഉള്ളിൽ തന്നെ പാപത്തിലേക്കൊരു ചായ്വും ആഗ്രഹവും ജന്മനായുണ്ട്. അതിനും പുറമേ നിന്നും പാപത്തിനുള്ള പ്രേരണ ഉണ്ടാകും. ഇത് രണ്ടും ആണ് പ്രലോഭനം എന്ന് നാം വിശേഷിപ്പിക്കുന്നത്. തിരുസഭയുടെ വേദപാരംഗതയിൽ പ്രധാനിയായ വിശുദ്ധ ഫ്രാൻസിസാലസിൻ്റെ പ്രബോധനം ഇപ്രകാരമാണ്: ഭക്തജീവിത പ്രവേശിക എന്ന വിശ്രുത ഗ്രന്ഥത്തിൻ്റെ 4-ാം ഭാഗം 3-ാം അധ്യായത്തിലാണ് നാം ഇത് കാണുന്നത്. പാപത്തിലേക്ക് ഒരാത്മാവിനെ നയിക്കുന്ന 3 പടികൾ ഇവയാണ്: പ്രലോഭനം, സന്തോഷം, സമ്മതം. ജീവിതകാലം മുഴുവൻ ഏതെങ്കിലും പാപത്തിലേക്കുള്ള ഒരു പ്രലോഭനം നീണ്ടു നിന്നു എന്ന് വന്നേക്കാം. എന്ന് വരികിലും അതിൽ സന്തോഷിക്കുകയോ അതിന് കീഴടങ്ങുകയോ ചെയ്യാതിരിക്കുന്നിടത്തോളം കാലം അത് പാപമാവുകയില്ല, നാം ദൈവത്തിന് അപ്രിയരായി മാറുകയില്ല. ചില അവസരങ്ങളിൽ പ്രലോഭനജന്യമായ സന്തോഷം അവയെക്കുറിച്ച് ബോധവാന്മാരാകുന്നതിന് മുൻപ് തന്നെ വളരെ വേഗത്തിൽ നമുക്ക് അനുഭവപ്പെട്ടേക്കാം. ഇത് ഏറ്റവും കൂടിയാൽ വളരെ ലഘുവായ പാപമേ ആകാനിടയുള്ളൂ. എന്നാൽ പ്രലോഭനത്തിൽ നിന്നുളവാകുന്ന സന്തോഷം ഒരുവൻ അറിവോടും സമ്മതത്തോടും കൂടെ അനുഭവിക്കാൻ തീരുമാനിക്കുന്നെങ്കിൽ ആ വിഷയം ഗുരുതരമായതാണെങ്കിൽ ആ തീരുമാനം തന്നെ മാരക പാപമാണ്. ഭക്തജീവിത പ്രവേശിക 4-ാം ഭാഗം 6-ാം അധ്യായം. ഇനി പ്രലോഭനങ്ങൾക്കുള്ള പ്രതിവിധികളെപ്പറ്റി നമുക്ക് ചിന്തിക്കാം. വിശുദ്ധ ഫ്രാൻസിസാലസ് പുണ്യവാൻ ഇപ്രകാരം ഉപദേശിക്കുകയാണ്. ഭക്തി ജീവിത പ്രവേശിക 4-ാം അധ്യായത്തിൻ്റെ 4-ാം ഭാഗത്തിൻ്റെ 7-ാം അധ്യായത്തിൽ: നിന്റെ മുൻപിൽ ക്രൂശിതനായ മിശിഹായെ കണ്ടുകൊണ്ട് ആത്മന വിശുദ്ധ കുരിശിനെ ആലിംഗനം ചെയ്യുക. പ്രലോഭനങ്ങളെ ചെറുത്തു നിൽക്കാൻ സഹായം അപേക്ഷിക്കുക. നല്ലതും പ്രശംസാർഹവുമായ ജോലികൾ വഴി നിന്റെ മനസ്സിനെ പ്രലോഭനങ്ങളിൽ നിന്ന് തിരിച്ചു വിടുക. ഉണ്ടാകുന്ന പാപപ്രേരണകളും വികാരങ്ങളും പ്രതിപത്തികളും ആത്മീയ ഉപദേഷ്ടാവിനോട് ഹൃദയം തുറന്ന് വെളിപ്പെടുത്തുക. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും പ്രലോഭനം വിട്ടു മാറാതെ നിരന്തരം
ശല്യപ്പെടുത്തുകയും അലട്ടുകയും ചെയ്യുകയാണെങ്കിൽ അവയ്ക്കൊട്ടും സമ്മതം കൊടുക്കാതെ നിർബന്ധ ബുദ്ധിയോടെ ഉറച്ചു നിൽക്കുക എന്നത് മാത്രമേ നാം ചെയ്യേണ്ടതുള്ളൂ. വലിയ പ്രലോഭനങ്ങൾ ചെറിയവയേക്കാൾ ശക്തമാണെങ്കിലും വലിയവയെ അപേക്ഷിച്ച് അസംഖ്യമാണ്. അതിനാൽ ചെറിയ പ്രലോഭനങ്ങളുടെ മേൽ വരിക്കുന്ന വിജയം വലിയവയെ അതിജീവിക്കുന്നതിനോട് തുലനം ചെയ്യാവുന്നതാണ്. ഹൃദയത്തിൽ ആരംഭിക്കുമ്പോൾ തന്നെ പാപത്തെ ഉപേക്ഷിക്കണം. സർപ്പത്തിൽ നിന്ന് എന്ന പോലെ പാപത്തിൽ നിന്ന് ഓടിയകലുക, അടുത്ത് ചെന്നാലത് കടിക്കും എന്ന ദൈവിക താക്കീത് പാപത്തെ തുടക്കത്തിൽ തന്നെ എതിർക്കേണ്ടതിൻ്റെ ആവശ്യകത വ്യക്തമാക്കുന്നുണ്ട്. പാപം ചെയ്യാനുള്ള തീരുമാനം പോലും നമ്മുടെ ആത്മാവിന് വലിയ നാശമാണ് വരുത്തി വയ്ക്കുന്നത്. അതാണ് തുടക്കത്തിൽ തന്നെ പാപത്തെ ഉപേക്ഷിക്കാൻ നമ്മെ നിർബന്ധിക്കുന്നത്. ആഗ്രഹത്തിൻ്റെ രൂപത്തിലാണ് പാപം ഹൃദയത്തിൽ തുടങ്ങുന്നത്. പ്രഭാഷകന്റെ പുസ്തകം 37-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ ഇതിങ്ങനെയാണ് വ്യക്തമാക്കുന്നത്: ചിന്തയാണ് എല്ലാ പ്രവൃത്തിയുടെയും ആരംഭം, എല്ലാ ഉദ്യമവും ആലോചനയുടെ തുടർച്ചയാണ്. പാപം പ്രവൃത്തിയിലാകുന്നതിന് വളരെ മുമ്പ് തന്നെ ചിന്തയിൽ നാം പാപം ചെയ്തേക്കും. ചിന്തയിലെ പാപമാണ് വളർന്ന് പൂർണ്ണത പ്രാപിച്ച് പ്രവൃത്തിയിൽ പ്രകടമാകുന്നത്. പാപം ചെയ്യാനുള്ള ആലോചനയിൽ നിന്നാണ് പാപം പ്രവർത്തിക്കാൻ ഒരാൾ പ്രേരിതനാകുന്നത്. പാപകരമായ ചിന്തയും ആലോചനയും പാപപ്രവൃത്തിക്ക് കാരണമാകുമെന്നതിനാൽ പാപചിന്തയും ആലോചനയും തൽക്ഷണം ഉപേക്ഷിക്കണം. പഴയ നിയമത്തിൽ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായത്തിൽ 31-ാമത്തെ വാക്യത്തിൽ കാണുന്ന നെബൂഖദ്നേസർ രാജാവിൻ്റെ ഉദാഹരണം. നെബൂഖദ്നേസറിൻ്റെ മനസ്സിൽ ആരംഭിച്ച പാപം വാക്കുകളായി പുറത്ത് വരുന്നതിന് മുൻപ് തന്നെ ശിക്ഷാവിധി ഉണ്ടായി എന്നത് നമ്മെ വിസ്മയിപ്പിച്ചേക്കും. ഇപ്രകാരമാണ് ആ വചനം: ഈ വാക്കുകൾ രാജാവിൻ്റെ വായിൽ നിന്ന് വീഴുന്നതിന് മുൻപ് തന്നെ സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരം കേട്ടു: നെബൂഖദ്നേസർ രാജാവേ, നിന്നോടാണ് പറയുന്നത്, രാജ്യം നിന്നിൽ നിന്ന് വേർപെട്ടിരിക്കുന്നു. പാപത്തിന് അകന്ന ഒരു ഒരുക്കമുണ്ട്, അതിന് ഒരു ആരംഭവുമുണ്ട്, അത് പൂർണ്ണമാക്കുന്നൊരു പ്രക്രിയയുമുണ്ട്, അതിനൊരു പൂർത്തീകരണവുമുണ്ട്. പാപത്തിൻ്റെ അകന്ന ഒരുക്ക സമയത്ത് തന്നെ പാപത്തിൻ്റെ ദുരന്ത ഫലങ്ങൾ നമ്മുടെ മേൽ വന്ന് പതിക്കും എന്നാണ് നെബൂഖദ്നേസർ രാജാവിൻ്റെ ഉദാഹരണം പഠിപ്പിക്കുന്നത്. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം 1850-ാം ഖണ്ഡികയിൽ തിരുസഭ പഠിപ്പിക്കുകയാണ്: പാപം ദൈവത്തിന് എതിരെയുള്ള ദ്രോഹമാണ്. ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തിന് എതിരായി പാപം തന്നെ പ്രതിഷ്ഠിക്കുകയും അതിൽ നിന്ന് നമ്മുടെ ഹൃദയത്തെ അകറ്റുകയും ചെയ്യുന്നു. പാപം ദൈവത്തോടുള്ള ദ്രോഹമാണെങ്കിൽ ദൈവത്തെ ദ്രോഹിക്കുന്നത് തുടക്കത്തിലായാലും പരിസമാപ്തിയിലായാലും ഒരുപോലെ ഗുരുതരമാണല്ലോ. തുടക്കത്തിൽ തന്നെ ഉപേക്ഷിക്കുന്നതാണ് എളുപ്പം. ഒരു പാപത്തിൽ അല്പം മുന്നേറിയിട്ട് നിയന്ത്രിക്കുന്നതിനേക്കാൾ എളുപ്പം തുടക്കത്തിൽ തന്നെ അത് ഉപേക്ഷിക്കുന്നതാണ്. ഉദാഹരണത്തിന്, ദൈവത്തിൽ നിന്ന് അകറ്റുന്ന ഒരു സുഹൃത്ത് ബന്ധം തുടക്കത്തിൽ തന്നെ ഉപേക്ഷിക്കുക അതിൽ കുറെ കൂടി മുന്നോട്ട് പോയ ശേഷം ഉപേക്ഷിക്കുന്നതിനേക്കാൾ വളരെ എളുപ്പമായിരിക്കും. അതിനാൽ പാപജീവിതം ത്യജിക്കാൻ തീരുമാനമുള്ള ഏത് വ്യക്തിയും പാപത്തെ അതിൻ്റെ തുടക്കത്തിൽ തന്നെ എതിർക്കേണ്ടതുണ്ട്. അടുത്ത് എന്നാൽ പോലും കടിക്കുന്ന സർപ്പത്തോട് പരിശുദ്ധാത്മാവ് പാപത്തെ ഉപമിച്ചിരിക്കുന്നത് പാപവുമായി ഒരു നിമിഷ നേരത്തേക്ക് പോലുമുള്ള അടുപ്പം അരുത് എന്ന് കാണിക്കുവാനാണ്. നന്മയുടെ രൂപത്തിൽ പോലും പാപം കടന്നു വരും. നന്മയുടെ രൂപത്തിൽ പോലും പാപം നമ്മെ ആകർഷിക്കും.
അതിനൊന്ന് ഉദാഹരണമാണ് തെറ്റായ സ്നേഹബന്ധങ്ങൾ. അത് സ്നേഹമാണല്ലോ, സ്നേഹിക്കാനല്ലേ ദൈവം പഠിപ്പിച്ചിരിക്കുന്നത്. അതിലെന്താണ് തെറ്റ് എന്ന് ഉള്ള വഴിതെറ്റിയ ചിന്തയ്ക്ക് നാം തന്നെ അടിപ്പെട്ടെന്ന് വരാം. അത് സ്നേഹമാണ്, സൗഹൃദമാണ് എന്നൊക്കെ ന്യായീകരിച്ച് അതിൽ പതുക്കെ പതുക്കെ പുരോഗതി പ്രാപിക്കുകയും പിന്നീട് അതിൽ നിന്ന് മാറാനാവാത്ത വിധം അപകടകരമായ സ്ഥിതിയെത്തിച്ചേരുകയും ചെയ്യും. നിഷ്കളങ്കമായ സഹതാപമായിരിക്കാം തുടക്കം, എന്നാൽ ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ അറിയാം എന്ന കർത്താവിൻ്റെ വാക്കുകളുടെ അടിസ്ഥാനത്തിൽ തെറ്റായ സ്നേഹബന്ധം കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ പാപകരമായ സംസാരത്തിലേക്കും പ്രവൃത്തികളിലേക്കും എത്തുന്നതായി കാണാൻ സാധിക്കും. അങ്ങനെ സ്നേഹമായും സൗഹൃദമായും തോന്നിയ അക്കാര്യം തെറ്റായ സംസാരത്തിലേക്കും പ്രവൃത്തിയിലേക്കും നയിക്കുന്നെങ്കിൽ അത് തുടക്കത്തിൽ തന്നെ തിന്മയായിരുന്നു, സ്നേഹമല്ലായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അതിര് കവിഞ്ഞ ആത്മവിശ്വാസം തുടക്കത്തിൽ തന്നെ തടസ്സമാണ്. പാപത്തിലേക്ക് വീടുന്നതിന് തൊട്ട് മുമ്പ് തനിക്ക് നിയന്ത്രിക്കാനാവും എന്ന അതിര് കവിഞ്ഞ ആത്മവിശ്വാസവും പാപത്തിൻ്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ അതിൽ നിന്ന് പിന്മാറാതിരിക്കാൻ കാരണമാകും. എന്നാൽ വസ്തുത മറിച്ചാണ്. തുടക്കത്തിൽ തന്നെ പാപം ഉപേക്ഷിക്കാത്തവർ അവർക്ക് സ്വപ്നം കാണാൻ പോലും പറ്റാത്ത പാപഗർത്തത്തിലേക്ക് അതിവേഗം വീഴും. എല്ലാവരും നിന്നിലിടറിയാലും ഞാൻ ഇടറുകയില്ല, നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നാൽ പോലും ഞാൻ നിന്നെ നിഷേധിച്ച് പറയുകയില്ല എന്ന പത്രോസിൻ്റെ അതിര് കവിഞ്ഞ ആത്മവിശ്വാസം മറ്റേത് ശിഷ്യനേക്കാളും മുൻപ് അവനെ പാപത്തിൽ വീഴ്ത്തിച്ച് അധപ്പതിപ്പിച്ചു. പഴയ പാപങ്ങളുടെ ഓർമ്മ ഉടൻ തള്ളിക്കളയണം. നാം വെറുത്തുപേക്ഷിച്ച പാപം വീണ്ടും നമ്മിലേക്ക് പ്രവേശിക്കാൻ തക്കം നോക്കിയിരിക്കുകയാണ്. ഓർമ്മയിലൂടെയായിരിക്കും തുടക്കം. അതിനാൽ ആ ഓർമ്മ തുടങ്ങുമ്പോൾ തന്നെ എതിർക്കണം. നിമിഷ നേരത്തേക്ക് പോലും ആ ദുർമോഹം മനസ്സിൽ തങ്ങാൻ നാം അനുവദിച്ചു പോയാൽ വളരെ പെട്ടെന്നായിരിക്കും അത് പാപപ്രവൃത്തിയായി പൂർണ്ണത പ്രാപിക്കുന്നത്. അത്ര ചെറിയ അകലമേ പാപചിന്തയും പാപപ്രവൃത്തിയും തമ്മിലുള്ളൂ. ചിന്തയിൽ ആരംഭിക്കുന്ന തിന്മകളെല്ലാം പ്രത്യേകിച്ച് ശ്രദ്ധിച്ചൊഴിവാക്കുന്നില്ലെങ്കിൽ സാധാരണഗതിയിൽ അവ പാപപ്രവൃത്തിയിൽ ചെന്നേ അവസാനിക്കൂ. പാപചിന്തയിൽ ലയിച്ചും ദിവാസ്വപ്നങ്ങൾ മുഴുകിയും ഇരിക്കുന്നവരുടെ മനസ്സിൻ്റെ മേൽ പിശാച് അടയിരുന്ന് പാപപ്രവൃത്തികൾ വിരിയിക്കും. അതിനാൽ ഒരു പാപ ആഗ്രഹം മനസ്സിൽ വരുമ്പോൾ തന്നെ നാശം തുടങ്ങി എന്ന് തിരിച്ചറിയണം. സർപ്പത്തിൽ നിന്ന പോലെ ആ ദുരാഗ്രഹത്തിൽ നിന്ന് ഉടൻ തന്നെ ഓടി അകലണം. ഒരു നിമിഷം ആ ആഗ്രഹത്തിന് മനസ്സിൽ തങ്ങാൻ അനുമതി കൊടുത്താൽ മതി. അത് വളരെ പെട്ടെന്ന് നമ്മുടെ മനസ്സ് ദുർബലമാക്കുകയും നാം ബോധപൂർവം മുൻകാലത്ത് ഉപേക്ഷിച്ച തിന്മയാണെങ്കിൽ പോലും ആ തിന്മ വീണ്ടും നാം ചെയ്തു പോവുകയും ചെയ്യും. അവരിനോടുള്ള വെറുപ്പ് ഉദാഹരണമായിട്ടെടുക്കാം. മറ്റൊരാളോട് വെറുപ്പ് ഹൃദയത്തിൽ തുടങ്ങുമ്പോൾ തന്നെ അത് നീക്കിക്കളയുന്നില്ലെങ്കിൽ അത് വളർന്ന് കോപവാക്കുകളോ സ്ഥിരമായ ശത്രുതയോ പ്രതികാര മോഹമോ ഒക്കെയായി വികാസം പ്രാപിക്കും. അതിനാലാണ് ഒരാളോട് വെറുപ്പ് തുടങ്ങുമ്പോൾ തന്നെ അയാളോട് ക്ഷമിക്കുക എന്നത് ഉടൻ തന്നെ പ്രവൃത്തിയിലാക്കേണ്ട ഒരു കാര്യമായി പരിശുദ്ധാത്മാവ് കൽപ്പിക്കുന്നത്. കൊളോസസ് ലേഖനം 3:13 ഇപ്രകാരം പറയുകയാണ്:
ഒരാൾക്ക് മറ്റൊരാളോട് പരിഭവമുണ്ടായാൽ പരസ്പരം ക്ഷമിച്ച് സഹിഷ്ണുതയോടെ വർദ്ധിക്കുവിൻ. അശുദ്ധ പാപത്തിൻ്റെ കാര്യത്തിലും ഇതുതന്നെയാണ് സ്ഥിതി. വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കുവിനെന്ന് താക്കീത് പരിശുദ്ധാത്മാവ് തരുന്നു. അശുദ്ധ വിചാരം ആദ്യ നിമിഷത്തിൽ തന്നെ അതെത്ര നിസ്സാരമെന്ന് തോന്നിയാൽ പോലും ഉപേക്ഷിക്കണം, അല്ലെങ്കിൽ അത് വളർന്ന് പെട്ടെന്ന് നമ്മെ ഗുരുതര പാപത്തിൽ വീഴ്ത്തും. അതിനാൽ പാപം ചെയ്യാനുള്ള ആഗ്രഹം മനസ്സിൽ വരുമ്പോൾ തന്നെ യേശു രക്തത്താൽ ആ ദുരാഗ്രഹം നശിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കണം. അനുയോജ്യമായ തിരുവചനങ്ങൾ ആവർത്തിച്ച് പറഞ്ഞും ഇപ്രകാരം ചെയ്യാവുന്നതാണ്. ഹൃദയം യേശുവിനെ കൊണ്ട് നിറയ്ക്കുക, ഇതാണ് ഉത്തമമായ പ്രതിവിധി. നമ്മുടെ ഹൃദയത്തിലെ ദുരാശകളെ നശിപ്പിച്ചാൽ മാത്രം പോരാ, നമ്മുടെ ഹൃദയം സ്വർഗീയ ആഗ്രഹങ്ങളാൽ നിറയ്ക്കണം. ഒരു പറമ്പ്, നിലം, കാട് വെട്ടിത്തെളിച്ചാൽ മാത്രം പോരാ, അതിൽ നല്ല ഫലവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ചില്ലെങ്കിൽ പഴയ കാട് വീണ്ടും അവിടെ നിറയുന്നത് പോലെയാണത്. നമ്മുടെ ഹൃദയങ്ങളിൽ യേശുവിനെ സിംഹാസനസ്ഥനാക്കുമ്പോഴാണ് നാം പ്രലോഭനങ്ങളുടെ മേൽ പൂർണ്ണ വിജയം നേടുന്നത്. മേൽപ്പറഞ്ഞ ഉദാഹരണം നമുക്കൊന്നുകൂടെ ചിന്തിക്കാം. ഒരു നിലം അഥവാ വസ്തു വൃത്തിയായി സൂക്ഷിക്കുന്നതിന് ആദ്യം ചെയ്യേണ്ടത് അവിടെയുള്ള കളകളും പാഴ്ചെടികളും പറിച്ചു നീക്കുക എന്നതാണ്. എന്നാൽ രണ്ടാമത്തെ ഘട്ടം അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ്. ആ സ്ഥലത്ത് ഫലം കായ്ക്കുന്ന മരങ്ങൾ നടുക എന്നത്. അല്ലാത്ത പക്ഷം കളകൾ വളരുകയും ഒടുവിൽ ആ സ്ഥലം ഉപയോഗശൂന്യമായ പഴയ അവസ്ഥയിലേക്ക് മടങ്ങുകയും ചെയ്യും. അതുകൊണ്ട് പാപജീവിതം അവസാനിപ്പിക്കുന്നതിന് ഹൃദയം നിരന്തരം യേശുവിനെ കൊണ്ട് നിറയ്ക്കുക എന്നത് അനിവാര്യമാണ്. അമലോത്ഭവയായ പരിശുദ്ധ കന്യക മറിയം ഈ കാര്യത്തിൽ അത്യുത്കൃഷ്ട മാതൃകയും മാർഗദർശിയുമാണ്. ദൈവവചനം പറയുകയാണ്, മറിയമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായി ചിന്തിച്ചുകൊണ്ടിരുന്നു. ലൂക്കാ 2:19. യേശുവിനെ സംബന്ധിച്ച കാര്യങ്ങൾ മാത്രം അവൾ ചിന്തിച്ചിരുന്നതിനാൽ യേശുവിനെ കൊണ്ട് മാത്രമായിരുന്നു അവളുടെ ഹൃദയം നിറഞ്ഞിരുന്നത്. അത് യേശുവിനെ പറ്റിയുള്ള ചിന്തയിൽ മുഴുകി സദാ ജീവിക്കാനും തദ്വാരാ ചിന്തയിൽ പോലും ഒരു പാപം ചെയ്യാതെ ജീവിക്കാനും അവൾക്ക് കാരണമാക്കി. നമുക്ക് തുടക്കത്തിൽ തന്നെ പാപത്തെ വെറുക്കാനുള്ള എളുപ്പമാർഗം യേശുവിനെ ഹൃദയനാഥനാക്കുന്ന മരിയൻ പ്രതിഷ്ഠ ഫലപ്രദമായി നടത്തുന്നതാണ്. വിശുദ്ധ ലൂയി ഡി മോൺഫോർട്ടിൻ്റെ ഉപദേശം ട്രൂ ഡിവോഷൻ ടു മേരി 99 175 കന്യകകൾ. ക്രിസ്തുനാഥനെയും ദീപജനനിയെയും കഠിനമായി ദ്രോഹിക്കുന്ന ചാവുദോഷങ്ങൾ ഒരിക്കലും ചെയ്യുകയില്ലെന്ന് ഹൃദയപൂർവ്വം ദൃഢപ്രതിജ്ഞ ചെയ്യുക. ഹൗവായുടെ അവിശ്വസ്തത മൂലമുണ്ടായ നഷ്ടങ്ങൾ തൻ്റെ വിശ്വസ്തത കൊണ്ട് പരിഹരിച്ച ഏറ്റവും വിശ്വാസയോഗ്യയായ കന്യകയാണ് പരിശുദ്ധ മറിയം. അവൾ തൻ്റെ ഭക്തർക്ക് ദൈവത്തോടുള്ള വിശ്വസ്തതയും പുണ്യസ്ഥിരതയും സമ്പാദിച്ചു കൊടുക്കുന്നു. സുഹൃതാഭ്യാസത്തിൽ പുറകോട്ട് പോകാതിരിക്കാനും തൻ്റെ ദിവ്യസുതൻ്റെ കൃപാവരം നഷ്ടപ്പെടുത്തി തളർന്നു വീഴാതിരിക്കാനും വേണ്ടി അനുഗ്രഹങ്ങൾ സമൃദ്ധമായി ഭക്ഷിച്ചുകൊണ്ട് അവൾ അവരെ കാത്തുരക്ഷിക്കുന്നു. വിശുദ്ധ ഗ്രന്ഥ വായന. പ്രഭാഷകൻ്റെ പുസ്തകം 37-ാം അധ്യായത്തിൽ നിന്നും യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൽ നിന്നും. ചിന്തയാണ് എല്ലാ പ്രവൃത്തിയുടെയും ആരംഭം. എല്ലാ ഉദ്യമവും ആലോചനയുടെ തുടർച്ചയാണ്. ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. പാപം പൂർണ്ണ വളർച്ച പ്രാപിക്കുമ്പോൾ മരണത്തെ ജനിപ്പിക്കുന്നു. എൻ്റെ പ്രിയ സഹോദരരെ, നിങ്ങൾക്ക് മാർഗഭ്രംശം സംഭവിക്കരുത്. പ്രാർത്ഥന. സഹായകനായ പരിശുദ്ധാത്മാവേ, പാപം അതിൻ്റെ തുടക്കത്തിൽ തന്നെ തിരിച്ചറിയാനുള്ള അനുഗ്രഹം എനിക്ക് നൽകണമേ.
പാപ സുഖം ഉപേക്ഷിക്കാനുള്ള ത്യാഗമനോഭാവവും ധീരതയും ശക്തിയും പ്രലോഭന ആരംഭത്തിൽ തന്നെ എനിക്ക് ഏകണമേ. പാപചിന്ത തുടങ്ങുമ്പോൾ തന്നെ ദൈവഭയത്തോടെ അത് തിരസ്കരിക്കുവാൻ കൃപയേകണമേ. ആഗ്രഹത്താൽ പോലും ഒരു പാപം ചെയ്യാതെ എന്നെ കാത്തുകൊള്ളണമേ. അങ്ങനെ പാപം തുടക്കത്തിൽ തന്നെ എതിർക്കുവാൻ എന്നെ ശക്തനാക്കണമേ. യേശുവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായി ചിന്തിച്ചു കൊണ്ടിരുന്ന പരിശുദ്ധ മറിയമേ, ദുർമോഹങ്ങളാൽ വേട്ടയാടപ്പെടുന്ന എൻ്റെ ഹൃദയം നിന്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. പാപചിന്തകളിൽ നിന്ന് പൂർണ്ണമായും മോചിതമായി ദൈവിക ചിന്തകളാൽ എൻ്റെ ഹൃദയം സദാ നിറയുവാൻ അമ്മേ സഹായിക്കണമേ. പുത്രൻ്റെ രക്ഷാകര രഹസ്യങ്ങൾ നിസ്സന്തരമായ വിശ്വാസികൾക്ക് മുമ്പിൽ അനാവരണം ചെയ്യുന്ന പരിശുദ്ധ മറിയമേ, നിന്റെ ദിവ്യമായ ഓർമ്മകളിലേക്കും ധ്യാനാത്മക വീക്ഷണത്തിലേക്കും എന്നെ വളർത്തണമേ. ആമേൻ. സൽകൃത്യം. ഉത്തമമല്ലാത്ത ചിന്തകൾ തുടക്കത്തിൽ തന്നെ സത്ചിന്തകളാൽ മാറ്റുക.